നമസ്കാരം. 10 വർഷത്തെ കാത്തിരിപ്പിനുള്ളിൽ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കുന്ന ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇതോടുകൂടി സാധ്യമായിരിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി 95% ഉത്പന്നങ്ങളും താരിഫ് രഹിതമാകുന്നു. അതോടൊപ്പം തന്നെ കരാർ യാഥാർത്ഥ്യമാകുന്ന ആദ്യ ദിവസം തന്നെ പകുതിയിലേറെ സാധനങ്ങളുടെയും താരിഫുകൾ ഇല്ലാതായി മാറുകയാണ് എന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിപ്രായപ്പെട്ടു. ലോകത്തിൽ ഏറ്റവും അധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യയുമായിട്ടുള്ള സാമ്പത്തിക കരാറിൽ നിന്ന് ഒട്ടനവധി നേട്ടങ്ങളാണ് ന്യൂസിലൻഡ് ഉണ്ടാകുന്നത്. ന്യൂസിലൻഡ് ബിസിനസ്സുകാർക്ക് 1.4 ബില്യൺ ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് പ്രവേശനം സാധ്യമാകുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ കഴിയുമെന്നും അടുത്ത 15 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപിക്കാൻ കഴിയുമെന്നും ക്രിസ്റ്റഫർ ലക്സൺ അഭിപ്രായപ്പെട്ടു. വ്യാപാരത്തിനപ്പുറം പ്രതിരോധം, കായികം, വിദ്യാഭ്യാസം തുടങ്ങി ഉള്ള മേഖലകളിലേക്കും ഈ ബന്ധം വ്യാപിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ന്യൂസിലാൻഡ് പങ്കാളിത്തത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ള പ്രതിബദ്ധതയും ഇരു രാജ്യത്തിൻ്റെയും പ്രതിനിധികൾ അറിയിക്കുകയുണ്ടായി. കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത് സേവന മേഖലകളിലേക്കും അതിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളതാണ്. IT പ്രൊഫഷണലുകൾ, വിദ്യാഭ്യാസം, ടെലികോം, ടൂറിസം, നിർമ്മാണം എന്നിവ ഉൾപ്പെട്ട് 139 മേഖലകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപമേഖലകളായി 118 സേവന മേഖലകളിലും ചികിത്സ ഉൾക്കൊള്ളുന്ന ചികിത്സാ പാക്കേജുകൾ ഉൾപ്പെടെ വളരെ വിപുലമായ രീതിയിലാണ് ഈ സേവന മേഖലകളിലേക്ക് കൂടി ഈ കരാർ വ്യാപിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്കും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു വ്യാപാര കരാറാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും മെച്ചപ്പെട്ട വ്യവസ്ഥകളാണ് കരാറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 5000-ഓളം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പ്രതിവർഷം ന്യൂസിലാൻഡിൽ എത്താൻ കഴിയും. അതോടൊപ്പം തന്നെ 1000-ലധികം വർക്കിംഗ് ഹോളിഡേ വിസകൾക്കുള്ള ഒരു താൽക്കാലികവും തൊഴിൽ വിസ പാതയും ഇതോടുകൂടി സാധ്യമായിരിക്കുകയാണ് എന്ന മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്തയും ഇതോടൊപ്പം ചേർത്ത് പറയാനുണ്ട്. മോദി സർക്കാരിന് കീഴിൽ ഈ വർഷം പൂർത്തിയാകുന്ന 3ാമത്തെ വ്യാപാര കരാറാണിത്. യുണൈറ്റഡ് കിങ്ഡം, ഒമാൻ എന്നീ രാജ്യങ്ങളുമായ കരാറുകൾക്ക് പിന്നാലെയാണ് ന്യൂസിലാൻഡുമായിട്ടുള്ള ഈ നേട്ടം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങൾ, UAE, ഓസ്ട്രേലിയ, മൗറീഷ്യസ് എന്നിവരുമായി ഇന്ത്യ നേരത്തെ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന ഇന്ത്യൻ വിപണിയിലേക്ക് ന്യൂസിലൻഡ് കമ്പനികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇതോടുകൂടി പ്രവേശനം സാധ്യമായിരിക്കുകയാണ്. 2030-ഓടെ $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം നിലവിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിലും ഇതുകൂടി സാധ്യമാകാനുള്ള എല്ലാ കളങ്ങളും ഒരുങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന നയം കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടായത്. എന്നാൽ ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ വളരെ സുഗമമായിട്ട് നടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും സാധ്യമാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഭാരതം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ന്യൂസിലൻഡുമായുള്ള കരാർ വളരെ പ്രസക്തമാകുന്നുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിലും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഖ്യകക്ഷികളുമായി ഇന്ത്യക്ക് മികച്ച സാമ്പത്തിക ബന്ധം പുലർത്താൻ ഈ വ്യാപാര കരാറിൽ കൂടി ഉള്ള വഴി തെളിയുന്നതാണ്. യുണൈറ്റഡ് കിങ്ഡം, ഒമാൻ എന്നിവയുമായി ഇതിനകം തന്നെ കരാറിൽ ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞു. മുൻ സൂചിപ്പിച്ചതുപോലെ ഈ കരാർ പ്രകാരം ന്യൂസിലൻഡിൻ്റെ 95% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ കുറയുകയോ പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയോ ചെയ്യും. കരാറിൽ നിലവിൽ വരുന്ന ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ ഇന്ത്യ ഒരു അടുത്ത ജനറേഷൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കളം മാറ്റി ചവിട്ടുകയാണ്. $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി 2030-ൽ ഉയരുന്നതോടുകൂടി ഇന്ത്യയുടെ 2047-ൽ 30 ട്രില്യൺ എന്ന സാമ്പത്തിക 30 ട്രില്യൺ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു
2030 7 ട്രില്യൺ, അതോടൊപ്പം തന്നെ 2047 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെയൊക്കെയും. 2030 $7 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.